ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് തോന്നി ഞങ്ങളെ കൊണ്ടൊന്ന് ട്രിപ്പ് പോയാലോന്ന്. ഞങ്ങൾ കേട്ട പാതി ഞങ്ങൾ റെഡിയായി. അമ്മയാണെങ്കിൽ ഡബിൾ ഓക്കെ. വണ്ടി ഇരുന്ന കേട്ടോ തീരുമാനിക്കുന്നത്. വാഗമണിലേക്ക് വിട്ടായിരുന്നു. നേരെ വാഗമണിലേക്ക് വിട്ടു. ആദ്യത്തെ ട്രിപ്പ് ഞങ്ങളുടെ ബോട്ടിംഗ് ആയിരുന്നു. പോയ സമയം നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. തുഴയാൻ അറിയാമല്ലോ, ഇരുന്ന് തുഴയുന്നുണ്ട്. ബോട്ട് നീങ്ങണ്ടേ. അമ്മ ഇരുന്ന് കുട്ടനാടൻകുഞ്ചയിലൊക്കെ പാടുന്നുണ്ട് കേട്ടോ. കുഞ്ഞിന് ബോട്ടിങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവനിരുന്ന് പറയുന്നുണ്ട് അടിപൊളിയെന്ന്. പിന്നെ ബോട്ടിൽ നിന്ന് ഇറങ്ങി കുറേ റീൽസിനുള്ള വീഡിയോസൊക്കെ എടുത്ത് നേരെ വിട്ടത് പൈൻവാലിയിലേക്ക്. കൈവിട്ട് ഭയങ്കര ബിൽഡപ്പിൽ നടന്ന കേട്ടോ. അലച്ചും തല്ലി താഴെ വീണ്. ഭാഗ്യം ഒന്നും പറ്റിയില്ല എന്തായാലും. അങ്ങനെ നടന്നപ്പോഴാണ് കേട്ടോ വിശപ്പിന്റെ വിളി വന്നത്. വിശന്ന് കഴിച്ചുകൊണ്ട് അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കൊട്ടവഞ്ചിലൊന്ന് യാത്ര ചെയ്യണമെന്ന്. അവർ ഞങ്ങൾ ടൈമിംഗ് ഒക്കെ തന്ന കേട്ടോ വിട്ടത്. പക്ഷേ ഈ കൊട്ട കിടന്ന് വട്ടം കറങ്ങുന്നാൽ അത് മുമ്പോട്ടും പോകുന്നില്ല, പുറകോട്ടും പോകും. അങ്ങനെ വഞ്ചി നീങ്ങി തുടങ്ങി. കുറേ നേരം കഴിഞ്ഞപ്പോൾ കണ്ണ് കാണാൻ മേലത്ത പോലെ മഞ്ഞ്. ഒരു രക്ഷയില്ല. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. തപ്പി പിടിച്ച് ഞങ്ങൾ എങ്ങനെയോ കര കയറി. എന്റെ പിള്ളേരെ കാണുന്നില്ലെന്ന് പറഞ്ഞ അമ്മ പരാതി വരെ കൊടുത്തു. അടുത്ത് ഇനി കുഞ്ഞിനെ പറത്തിവിടൽ അംഗങ്ങളായിരുന്നു കേട്ടോ. എല്ലാവരുടെ വക കുഞ്ഞിനെ പറത്തിവിടലുണ്ട്. അതേ മീശയിലിരുന്ന് മഞ്ഞുതുള്ളികളിൽ പെറുക്കി കളയുന്നുണ്ട് ഗായു. അപ്പോൾ ട്രിപ്പ് വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.